അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് അനുവിനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരെയും, നമ്മുടെ മലയാളികളെ, കേരളക്കരയിലുള്ള എല്ലാ മലയാളികളെയും മണ്ടന്മാരാക്കി രേണുസുതി. രേണു എന്താ കരുതിയിരിക്കുന്നത്? നമ്മളൊക്കെ ഇത്ര മണ്ടന്മാരാണെന്നാണോ? ഗൈസ്, ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളിൽ പലർക്കും രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണ്ടന്റ് എടുക്കാനായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അനുമോളെ ഭയങ്കരമായിട്ട് മൂഡ് താങ്ങി നിൽക്കുന്നു, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇച്ചിരി ഓവറാണ്, എന്തൊക്കെയാണ് നീ പറയുന്നത്, അനുമോൾ എന്തുണ്ടായിട്ടാണ് നീ പറയുന്നത്, അനുമോൾക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അവരുടെ വാക്കുകൾ ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈൻഡിലാണ് ഞാൻ എടുക്കാറ്. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണം വേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീണ്ടും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും അനുമോളുടെ വീഡിയോ ആയിട്ടാണെങ്കിലും രേണുവിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ടാണെങ്കിലും ഞാൻ വീഡിയോയിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാനൊരു വോയിസ് നിങ്ങൾ ആദ്യം കേൾപ്പിക്കാം. അശോ, അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് അനുവിനെ. എനിക്കൊന്ന് കാണാൻ വരെ കൊതിയ. എന്റെ വീട് അങ്കമാലി കുന്ന് ആ സ്ഥലമാണ്. നമുക്കത് ഒരിക്കലും അനുവിനൊന്നും കാണാൻ പറ്റില്ല. അനു, അയ്യോ, അനു അവിടെ അനുഭവിച്ചത് ഞാൻ അതിന്റെ ഒപ്പം ഇരുന്ന് കരയണ ഒരാളായിരുന്നു. എന്നെ അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല. പിന്നെ മോളുടെ അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടാ. അയ്യോ, രേണുവിനെയൊക്കെ പറയുമ്പോ എന്തൊരു ഇഷ്ടാന്നറിയോ. നല്ല അവതരണാട്ടാ. ആ ചേച്ചിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു ഷൈജി വർഗീസ് എന്നാണെന്ന് തോന്നുന്നു ഈ ചേച്ചിയുടെ പേര്. മാർച്ച് 24-ാം തീയതി ഈ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ആ ചേച്ചിക്ക് ആരുമില്ല, എന്നെ ആരും ഇതുവരെ വിഷ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ ആ ചേച്ചീൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. ഷൈജി വർഗീസ് എന്നാണ് ആ ചേച്ചിയുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ആ ചേച്ചിനെ ആരും വിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ചേച്ചീനെ നമുക്ക് എല്ലാവർക്കും മാർച്ച് 24-ാം തീയതി വിഷ് ചെയ്യാം. ഞാൻ പൊതുവെ ബർത്ത്ഡേക്ക് ഓർത്തു വയ്ക്കാൻ അല്പം മടിയുള്ള കൂട്ടത്തിലാണ്. മാർച്ച് 24-ാം തീയതി ഞാൻ മറന്നു പോയാലും ഞാൻ ഇപ്പോൾ ആ ചേച്ചി ബർത്ത്ഡേ, ചേച്ചിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. 2026 ചേച്ചിയുടെ വർഷമാണ്. അടിപൊളിയായിരിക്കും ചേച്ചിക്ക്. വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വിട്ടേക്ക് ആരുമില്ലെന്ന് വിചാരിക്കണം. നമ്മളെല്ലാവരും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് ഒരാളുടെ മാത്രം വോയിസ് ആണ് കേട്ടോ. ഇങ്ങനെ എത്ര വോയിസുകളാണെന്ന് അറിയാം എനിക്ക് വരുന്നത്. അനുമോൾ എന്തുമാത്രം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അനു ഒരു പക്ഷേ വീഡിയോ കാണുവാണെങ്കിൽ അനുവിന് മനസ്സിലാകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് അയച്ചു കൊടുക്കും. കാരണം അനുവിനെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരാണെന്ന് അറിയുള്ളത്. ഇത് എനിക്ക് ഡെയിലി വരുന്ന മെസ്സേജാണ്. ഇതിപ്പോൾ ഞാൻ ഒരാളുടെ മാത്രമാണ് കേൾപ്പിച്ചിരിക്കുന്നത്. എത്ര പേരുകളാണെന്നറിയാം അനുവിന് ഇഷ്ടമാണ്, അവരവരുടെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നീ എന്തിനു നിർത്തിക്കൂടേടി, നീ അങ്ങനെ ചെയ്തുകൂടേടി എന്നൊക്കെ എന്നോട് നിങ്ങൾ കുറച്ച് പേര് പറയുമ്പോൾ അത് വിരലിലെണ്ണാവുന്ന 5-10 പേര്, അത്രയൊന്നും പറയാറില്ല, 2-3 പേര് സ്ഥിരമായിട്ട് പറയുന്ന കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. ചിലവരെയൊക്കെ ഞാൻ ചാനലിൽ തന്നെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല, പിന്നെ എന്തിനാ കാണണേ എന്നിട്ട് ഞാൻ അവരെ അങ്ങോട്ട് ചാനൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ഞാൻ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ ചാനൽ കാണാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഒരാളെ ചെയ്തു, ഇന്നലെ ഞാൻ ഒരാളെ ചെയ്തു, അങ്ങനെ 2 പേരെ ചെയ്തിട്ടുള്ളൂ. അവർ സ്ഥിരമായിട്ട് സ്ഥിരം കുറ്റികളാണ് അവർ. എപ്പോഴും വന്ന് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ശരി, നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ചെന്ന് കുറ്റമാണെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തവരെ എന്നാൽ കാണണ്ട എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നേ. എനിക്ക് ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ എത്ര മെസ്സേജുകളാണെന്നറിയോ എനിക്ക് വന്ന് കിടക്കുന്നത്. ഇതൊക്കെ അനുവിനെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് അയക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ വാക്കിനൊക്കെ വില കൊടുക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ അനുവിൻ്റെ കണ്ടൻറ്റ് ചെയ്യുന്നത് എന്താണോ വെളുപ്പിക്കേണ്ടതാണെങ്കിൽ വെളുപ്പിക്കും. എന്തെങ്കിലും അനു എന്ന് പറയുന്നൊരു വ്യക്തിയെ ബിഗ് ബോസിൽ വെച്ച് കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. പുറത്തിറങ്ങിയിട്ട് നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് എന്നെ ഇങ്ങനെ പറഞ്ഞാണ് അനുമോളായിട്ടുള്ളൊരു കണക്ഷൻ തന്നെ എനിക്ക് വരുന്നത്. ആ ഒരു കടപ്പാട് എനിക്ക് നിങ്ങളോടുണ്ട്. നേരിട്ട് കണ്ടതിൽ വെച്ച്, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പെൺകുട്ടി. ഈ ഒരു പ്രായത്തിൽ തന്നെ എനിക്കറിയില്ല, എനിക്ക് അനുവിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് തോന്നുന്നത് അനുവിൻ്റെ മാതാപിതാക്കളോടാണ്. ഒരു പെൺകുട്ടിയെ എങ്ങനെയാണോ വളർത്തേണ്ടത് അതേ രീതിയിൽ തന്നെ വളർത്തിയിട്ടുണ്ട്. ഈ ഒരു കാലത്ത് അവരെങ്ങനെ ജീവിക്കണം, ബോൾഡായിട്ട് തന്നെ ജീവിക്കണം, എന്നാൽ അതിൻ്റെതായ അച്ചടക്കവും കാര്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അനു മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ വന്നാൽ ചുമ്മാ നന്മമ്പരം കളിച്ച് നിൽക്കുന്നില്ല.
ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതേപോലെ തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം, അല്ലെങ്കിൽ അനുവിനെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള റെസ്പോൺസ് നമുക്ക് വരുന്നത്, ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3 പേര് നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ചെവിയുടെ കേൾക്കും, ഈ ചെവിയുടെ കളയും. അറിഞ്ഞു കാണുമല്ലോ രേണു സുധി സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. രേണു സുധി സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഇനി ഒന്നും നമുക്ക് ആർക്കും കണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ആഘോഷിച്ചാണ്, നമ്മളെല്ലാവരും ആഘോഷിച്ചാണ്. ഇങ്ങനെ ഇനി എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും പറഞ്ഞു, ഇനി രേണുവിൻ്റെ ആ ഒരു ഇത് കാണണ്ടല്ലോ, തലവേദന ഒഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ രേണുവിനെ ആരും കുറച്ച് ദിവസമായിട്ട് മൈൻഡ് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് വേറെ ആരോട്ടൊക്കെ ഇടിപിടിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ആരും മൈൻഡ് ചെയ്യുന്നില്ല പുള്ളിക്കാരിയെ. മൈൻഡ് ചെയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ രേണു സുധി അടുത്ത നമ്പറായിട്ട് വന്നിരിക്കുന്ന ഗൈസ്. സബ്സ്ക്രിപ്ഷനിൽ തന്നെ നമ്പറായിരുന്നു. അതെന്താണെന്നറിയോ, ഭയങ്കര പൈസ കുറച്ചിട്ടാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തൊരു 49 രൂപയോ 45 രൂപയോ എന്തൊക്കെ ഉള്ളൂ മാസം. എന്തിനാണ് രേണു സുധി ഇത്രയും പൈസ കുറച്ച് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയോ? എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രേണു ഇങ്ങനെ എല്ലാവരും രേണുവിൻ്റെ അടുത്ത് വന്ന്, പൈസ കുറവായതുകൊണ്ട് എല്ലാവരും വരുമല്ലോ, എന്നിട്ട് രേണുവിന് പറയണം, എന്നെയും കൊണ്ട് ജീവിക്കുന്നു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് രേണു ഒപ്പിച്ചത്. പൈസ കുറച്ച് രേണുവിന് പൈസ കുറച്ച് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രേണുവിന് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം 1,18,000 രൂപയാണ് ഒരു ദിവസം കിട്ടിയത്. വളരെ നല്ല കാര്യം. രേണുവിൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് കാണണ്ട, രേണുവിന് പൈസയും കിട്ടും. നല്ല കാര്യമല്ലേ അത്? ഒരു ദിവസം കൊണ്ട് തന്നെ 1,18,000 രൂപയോളം കിട്ടിയിട്ടുണ്ട്. പക്ഷേ രേണുവിന് അത് പോരാ. ആൾക്കാർ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറയണം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇനിയും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം. പക്ഷെ രേണുവിന് അത് പോരാ. ഇതിലും കൂടുതൽ വരുമാനം മറ്റേതിന് കിട്ടിക്കൊണ്ടിരുന്നു, അതിപ്പോൾ കിട്ടുന്നില്ല. അതെന്താ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ രേണു ചാച്ചി എന്ത് ചെയ്തെന്നറിയോ? ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ. അത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ രേണുവിൻ്റെ ചാനൽ. ഞാൻ രേണുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്തിന് ഫോളോ പോലും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കത് കിട്ടി. അതെങ്ങനെ കിട്ടി? ഞാൻ നോക്കിയപ്പോൾ എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ എന്ന് കരുതി. ഞാൻ അപ്പോൾ റെക്കോർഡ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് ഇതെടുത്ത് പറയാട്ടോ, നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എടുത്തെടുത്ത് പറയാം. അതെന്താ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനെ മാത്രം കാണുന്ന രീതിയിലല്ല, എല്ലാവർക്കും കാണുന്ന രീതിയിലാണ്. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ സോ ലവ് യു സോ മച്ച് രേണു സുധി. ഹായ് ഹലോ. തോന്നുന്നത് എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. നമ്മളാരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്കാരും രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് ഒന്നും കാണുകയും വേണ്ട. നമ്മളാരും പക്ഷേ രേണു പറയുന്നത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ്. രേണു നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. എന്തൊരു ഗതികേടാണല്ലേ. എന്നിട്ട് രേണു പറയുന്നതോ രേണു ഇപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ട് നമുക്കൊന്നും കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലെന്ന്. പക്ഷെ ആർക്കാണ് കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് വീണ്ടും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കാല് പിടിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. രേണു ഞങ്ങളുടെ പണ്ടത്തെ പോലെ അങ്ങോട്ട് ഹൈപ്പ് കിട്ടുന്നില്ല. രേണുവിൻ്റെ അവരതിച്ച വീഡിയോ കാണാൻ നിൽക്കുന്ന കുറച്ച് കോഴികൾ മാത്രം, എല്ലാവരല്ല, കോഴിയല്ല, കുറച്ച് പേര് മാത്രം, അല്ലാതെ ആരും ഇല്ല കാണാനായിട്ട്. രേണുവിന് അത് പോരാ, എല്ലാവരും കാണണം. അതിന് വേണ്ടിയിട്ട് രേണു കുറച്ച് കള്ളി. രേണു എന്താ നമ്മളെയൊക്കെ പറ്റിക്കുകയാണോ ഗൈസ്? ഇത്രയേ ഉള്ളൂ. മുമ്പ് രേണു ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കാണും, എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്ത് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ രേണു നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ രേണു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ രേണുവിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് മാത്രമേ അതിൽ പോയി കാണുന്നുള്ളൂ, വേറെ ആരും കാണുകയും ചെയ്യുകയും ചെയ്യുന്നില്ല. അപ്പോൾ രേണുവിനെന്താ, അയ്യോ പേര് പോയി, ഫെയിം പോകും. പൈസ കിട്ടും ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഫെയിം പോകുമല്ലോ, ആരോടും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ രേണുവിന് അങ്ങോട്ട് കഞ്ഞി കുടിക്കാൻ വകുപ്പിൻ്റെ മാത്രമല്ല, പേര് വേണമെങ്കിൽ റിയാക്ഷൻ വീഡിയോ രേണുവിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർ വേണം. നമ്മൾ ആരും ഇനി രേണുവിനെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. രേണു എന്ന് എഴുതിക്കൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഇളക്കിക്കൊണ്ട് രേണുവിൻ്റെ ഇമ്മാതിരി വീഡിയോ ഉണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആര് വെച്ചാണ് കഞ്ഞി കുടിക്കുന്നതെന്ന്. എന്ത് പറ്റി രേണു? കഷ്ടം. എക്സ്ക്ലൂസീവൊക്കെ അവിടെ കൊടുത്താൽ മതി, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? പറഞ്ഞ പോലെ ചെയ്യണം.
വലിയ കാര്യത്തിന് സബ്സ്ക്രിപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ, എന്നിട്ട് പിന്നെ എന്താ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത്? അതിൽ മാത്രം കളിച്ചാൽ പോരെ ഇമാതിരി വീഡിയോസ്? കഷ്ടം തന്നെ. അയ്യോ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരില്ലാണ്ടൊന്നും പറ്റുന്നില്ല അല്ലേ? കഷ്ടം തന്നെ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളില്ലെങ്കിൽ രേണുമില്ല. നമ്മൾ ആരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഇമാതിരി വീഡിയോ ഇനി വരാതിരുന്നാൽ മതി. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പം ഇന്ന് നാളെ മുതലൊക്കെ ഭയങ്കരമായിട്ട് രേണു വീഡിയോ ഇട്ടിട്ട് വരും, ആൾക്കാർ വെറുപ്പിക്കാനായിട്ട്. നോക്കിക്കോ നിങ്ങൾ, നാളെ മറ്റന്നാളൊക്കെ ഭയങ്കര ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ രേണു വീഡിയോ ഇട്ടുകൊണ്ട് വരും. രേണുവിനെ മൈൻഡ് ചെയ്യണം, എല്ലാവരും മൈൻഡ് ചെയ്യണം. ഇങ്ങനെ തിളങ്ങി നിൽക്കണം രേണുവിന്. കഷ്ടം. സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് പൈസ കിട്ടുമെങ്കിലും അത് ചെയ്യണ്ടായിരുന്നോ എന്നുള്ള തോന്നലൊക്കെ ആയിരിക്കും രേണുവിന് ഉണ്ടാവുക അല്ലേ? കഷ്ടം തന്നെ. എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ മോശമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അവർക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിരിക്കാം എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. രേണു എന്താ ചെയ്യുന്നുള്ളത് അവിടെ ഉള്ളവർക്ക് മാത്രം അറിയാം, നമുക്ക് ആർക്കും അറിയില്ല, നമുക്കൊന്നും അറിയാൻ വേണ്ട. എന്നിട്ട് ഇപ്പോൾ എന്തോ വലിയ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഇമ്മാതിരി വീഡിയോ കൊണ്ട് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് രേണുവിൻ്റെ വന്നത്. രേണു പറഞ്ഞ് വാക്ക് പാലിക്ക്, അവിടെ മാത്രം പോയിട്. രേണുവിന് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് മാത്രം കൊണ്ടുപോയിട്. എന്തിനാണ് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്? പറഞ്ഞ വാക്ക് പാലിക്ക് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും